ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് പാസ്തയാണ് തയ്യാറാക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള പാസ്തയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. വെള്ളം തിളപ്പിച്ച് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും പാസ്തയും കൂടെ ഇട്ട് തുറന്ന് വെച്ച് തന്നെ തിളപ്പിച്ച് വേവിക്കാം. വെന്ത് കഴിയുമ്പോൾ മറ്റൊരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് പാസ്ത കോരിയിടാം. തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് പച്ചവെള്ളത്തിലിടുന്നത്. നമ്മൾ വേവിച്ചെടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളകും കൂടെ ഇട്ടിട്ട് വഴറ്റിയെടുക്കണം. പകുതി വഴണ്ടി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഫ്ലെയിം സിമ്മിൽ വെച്ചതിന് ശേഷം പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകം പൊടിച്ചത്, ഗരം മസാലപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് സിമ്മിൽ തന്നെ വെച്ച് നന്നായി വഴറ്റിയെടുക്കാം. കരിഞ്ഞു പോവാതെ മസാല വഴണ്ടി വരുമ്പോൾ നമുക്ക് പാസ്ത ചേർക്കാം. ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് വെള്ളം ഒഴിവാക്കാം. ഞാനിപ്പോൾ ചപ്പാത്തിയുടെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വെള്ളം വറ്റി ചെറുതായിട്ടൊന്ന് കുറുകി വരുമ്പോൾ നമ്മുടെ പാസ്ത തയ്യാറായി. ഇതിപ്പോൾ ചിക്കൻ വെക്കുന്ന ഒരു സ്റ്റൈലിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റൂ വെക്കുന്ന പോലെ നാളികേരപ്പാലും കുരുമുളകും കൂടെ ചേർത്ത് വെളുത്ത കളറിലിരിക്കുന്ന പാസ്ത, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ ഫ്രഷ് ക്രീമും അതുപോലെ പശുവിൻ പാലും കൂടെ ചേർത്ത് മധുരത്തോട് കൂടിയിട്ടുള്ള പാസ്ത തയ്യാറാക്കുന്നവരുണ്ട്. അതുപോലെ നമ്മൾ മാഗി ഉണ്ടാക്കുന്ന പോലെ മുട്ടയും ഗ്രീൻ പീസും ഒക്കെ ചേർത്ത് കൊത്തിപ്പൊരിച്ചെടുക്കുന്ന രീതിയിൽ തയ്യാറാക്കുന്നവരുണ്ട്. ഒരുപാട് രീതിയിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സംഭവമാണ് ഈ പാസ്ത. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും കഴിച്ച് നോക്കണം, ഉണ്ടാക്കി നോക്കണം, കമൻറ്റ്സ് അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.